എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം 20-ാമത് വാക്യം. എന്നാൽ ദുഷ്ടന്മാരുടെ കണ്ണ് മങ്ങിപ്പോകും, ശരണം അവർക്ക് പൊയ്പോകും, പ്രാണനെ വിടുന്നതത്രേ അവർക്കുള്ള പ്രത്യാശ എന്ന വചനമാണ്. ഈ വാക്യത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തുന്ന പ്രസ്താവന, തിന്മ പ്രവർത്തിക്കുന്നവർ ദുഷ്ടത കൈമുതലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുൻപോട്ടു പോകുന്നവർ തകർന്നു പോകുന്നവരായി തീരുമെന്നും മരണം കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന അനുഭവമായി അവരുടെ ജീവിതം തീരുമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. ഈ വാക്യത്തെക്കുറിച്ച് കൂടുതൽ ഗ്രഹിപ്പാൻ നമുക്ക് കഴിയുന്ന ദൈവവചനം 37-ാമത്തെ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം നാം നോക്കുമ്പോൾ 12-ാമത്തെ വാക്യം പറയുന്നു, ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു. ദുഷ്ടന്മാരുടെ ചിന്ത എപ്പോഴും നീതിമാന്മാർക്കെതിരെയാണ്, അവരുടെ നാശത്തിനു വേണ്ടിയാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നതാണ്. 32-ാം വാക്യം പറയുന്നു, ദുഷ്ടൻ നീതിമാനായി പതിയിരിക്കുന്നു, സത്യസന്ധന്മാരെ നശിപ്പിക്കേണ്ടതിന് അവർ പതിയിരിക്കുന്നു എന്നുള്ളതാണ്. 17-ാം വാക്യം നോക്കുക, ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും എന്നോർപ്പിക്കുന്നുണ്ട്. തിന്മ പ്രവർത്തിക്കുന്നവർ ഭക്തന്മാർക്ക് ദോഷം നിരൂപിക്കുകയും അവരെ തകർത്ത് കളയുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ഭുജങ്ങൾ ഒടിഞ്ഞു പോകുന്നതിന് കാരണമായി തീരും എന്നോർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല 21-ാം വാക്യം, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, സ്വന്തം കാര്യങ്ങൾക്ക് നിവൃത്തിയില്ലാതെ വരികയും മറ്റുള്ളവരെ ആശ്രയിക്കുകയും ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 9-10 വാക്യങ്ങൾ വായിക്കുമ്പോഴും ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടുമെന്നും മാത്രമല്ല കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല, അവരെന്നേക്കുമായി മാറ്റപ്പെടുകയാണ്, ഇല്ലാതെയാക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നോർമ്മപ്പെടുത്തുന്നുമുണ്ട്. പുല്ല് വേഗത്തിൽ ഉണങ്ങിപ്പോകുന്നത് പോലെ, പച്ചച്ചെടി വാടിപ്പോകുന്നത് പോലെ ദുഷ്ടന്മാർ ഇല്ലാതെയായി പോകുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വീണ്ടും ദൈവത്തിൻ്റെ വചനം നാം പരിശോധിച്ച് നോക്കുമ്പോൾ ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടുമെന്ന് 28-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് 34-ാം വാക്യത്തിനകത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. അതുതന്നെയാണ് ഇയ്യോബും ഓർമ്മപ്പെടുത്തുന്നത്. തിന്മ കൈമുതലായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തകർച്ചയിലേക്കാണ് പോകുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്മാരും നീതിമാന്മാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ദുഷ്ടന്മാർ നാശത്തിലേക്കും തകർച്ചയിലേക്കും ഇല്ലായ്മകളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും കടന്നു പോവുകയും വല്ല വിധേനയും ഒന്ന് ജീവിതം കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയും ചെയ്യുമെന്നും, എന്നാൽ ഭക്തിയോടെ ജീവിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുകയും ഉയർത്തുകയും അവരുടെ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോടെ
അവരുടെ ജീവിതകാലം മുൻപോട്ട് കഴിക്കുകയും ചെയ്യും എന്നുമുള്ള വചനമാണ്. നമുക്ക് ദുഷ്ടന്മാരായിട്ടല്ല, നീതിമാന്മാരായി നമ്മുടെ ജീവിതകാലം കഴിക്കേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ തിന്മ പ്രവർത്തിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കരം നീട്ടുന്നവരും തകർന്നു പോകുന്നവരുമായി തീരുകയല്ല. ഞങ്ങൾ നീതിയോടെ ജീവിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വളർച്ച പ്രാപിപ്പാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.